യേശുവിനോടൊപ്പമുള്ള യാത്ര. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്കുള്ള ജീവിതം. കൊലോസ്യർ 1:13 നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിനു സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ ഉയിർപ്പ് നാം ഓർക്കുമ്പോൾ നമ്മെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നത് ഈ വചനമാണ്. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മെ വിടുവിച്ച് സ്വർഗീയ അനുഗ്രഹങ്ങൾക്ക് നമ്മെ യോഗ്യരാക്കിയത് മരണത്തെ ജയിച്ച ക്രിസ്തുവിൻ്റെ ശക്തിയാലാണ്. ക്രിസ്തുവിലൂടെയുള്ള അത്യന്ത ശക്തി നമ്മെ ഇരുട്ടിൻ്റെ രാജ്യത്തിൽ നിന്നും വിടുവിച്ച് വെളിച്ചത്തിൻ്റെ മക്കളാക്കി തീർക്കുന്നു. യേശുവിനോടൊപ്പമുള്ള യാത്ര എന്നത് അന്ധകാരത്തിൽ നിന്നു അത്ഭുത പ്രകാശത്തിലേക്കുള്ള യാത്രയാണ്. 1 പത്രോസ് 2:9 നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: നിങ്ങളോ അന്ധകാരത്തിൽ നിന്നു തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്കു നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. ദൈവം നമ്മെ ക്രിസ്തുവിലൂടെ പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തി. കരുണ ലഭിക്കാത്തവരായിരുന്ന നമ്മെ തൻ്റെ കൃപയാൽ രക്ഷിച്ചു. ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ ലോകത്തിലേക്ക് പകർന്നു നൽകാൻ ആക്കി വെച്ചുമിരിക്കുന്നു. നമ്മെ വിളിച്ച കർത്താവിൻ്റെ നന്മയും ശ്രേഷ്ഠതയും ലോകത്തോട് അറിയിക്കാനായി തൻ്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നത് ദൈവത്തിനു മഹത്വം വരുത്തുന്ന വാക്കുകളാകട്ടെ. കർത്താവിൻ്റെ സ്തുതി എപ്പോഴും നമ്മുടെ നാവിന്മേൽ ഉണ്ടായിരിക്കട്ടെ. അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ദൈവത്തിന് മഹത്വം കൊണ്ടുവരുന്ന ജീവിതമാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. കർത്താവായ യേശു മരണത്തെയും സാത്താനെയും ജയിച്ച് ഇന്നും ജീവിക്കുന്നു എന്നത് സുവിശേഷിച്ചും കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഞങ്ങളെ സ്നേഹിച്ച അങ്ങയുടെ വിലയേറിയ സ്നേഹത്തിനായി നന്ദി. പാപത്തെയും മരണത്തെയും ജയിച്ച് ഞങ്ങളെ ജയോത്സവമായി വഴി നടത്തുന്ന കർത്താവെ, അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങ് ക്രൂശിക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയിർത്തെഴുന്നേറ്റു എന്നത് ലോകത്തോട് സാക്ഷീകരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. അങ്ങയുടെ ഉത്തമ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ ക്ഷമിക്കണമേ. സകല മാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അങ്ങേക്ക് തന്നെ ആയിരിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്ന് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയിർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.